അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ സന്തോഷ ഭവനത്തിൽ KHDC പൂർണ്ണമായി അതിനെല്ലാ കാര്യങ്ങളും ചെയ്ത് ഫുൾ ഫർണിഷ് ചെയ്ത് നല്ല മനോഹരമായ ഈ ഒരു ഭവനം ഫിറോസ് എന്ന് പറയുന്ന ഒരു മാന്യദേഹത്തിൻ്റെ മുൻ കൈയെടുത്തുകൊണ്ട് ഈ ഭവനം ഇത്ര മനോഹരമായി ചമച്ചവർക്ക് കൊടുക്കുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും ഞാൻ സത്യത്തിൽ ഇവിടെ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ അവരോട് നന്ദി കരയറ്റുകയാണ്. കാരണം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് KHDC എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഇതിൻ്റെ ഒരു പ്രവൃത്തി കണ്ട് സന്തോഷിക്കുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ 24 ഫാമിലിയിലുള്ള 24 കണക്റ്റിലൂടെ ഈ ഭവനത്തെ സ്നേഹിക്കുന്നവർ, കാരണം അവരൊക്കെയും ഈ സമയം ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു പൈസയെങ്കിലും ചിലവഴിച്ച ഓരോ വ്യക്തികളെയും ഈ സമയം പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നു. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോ വ്യക്തികളെയും സമൃദ്ധിയായിട്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ നാമനിമിത്തം അല്ലെങ്കിൽ ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തത് നിങ്ങൾ എനിക്ക് ചെയ്ത പോലെ എന്നാണ് ബൈബിളിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ KHDCയുടെ ആൾക്കാരെ ഞാൻ കാണുകയാണെങ്കിൽ അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദിയാണ് പറയുവാൻ. കാരണം എല്ലാ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഒരു കുറവും ഒരു പോരായ്മ ഈ ഭവനത്തിലില്ല. എല്ലാ കുറവുകളും തീർത്തിട്ടാണ് അവർ ഇതിൻ്റെ താക്കോല് ഈ ബഹുമാനപ്പെട്ട ഫിറോസ് എന്ന് പറയുന്ന മാന്യദേഹം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. ഇതിൻ്റെ ഓരോരുത്തരെയും ഞാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എന്നുള്ള ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികളും എനിക്ക് പേരെടുത്ത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അവരെല്ലാവരെയും ഞാൻ എൻ്റെ സഭാ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ദൈവജനങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, അവരോട് ഈ കുടുംബത്തെ ഓർത്തുകൊണ്ടൊക്കെ അവരോടൊക്കെ ഹൃദ്യമായ നന്ദി പറയും. ഇതിന് പിൻപിൽ ഇതിനു വേണ്ടി വെയിൽ കൊണ്ടുവരെ പണിയെടുത്തവർ, ഇതിനു വേണ്ടി ഒഫീഷ്യൽ വർക്കുകൾ ചെയ്തവർ, ഇതിനു വേണ്ടി വാർത്താ ചാനലുകൾ വഴി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല നല്ല വാർത്തകൾ കൊടുത്തവർ, അവരെയൊക്കെ ഞാൻ ഈ സമയം നന്ദിയോടെ സ്മരിക്കുന്നു. അവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും സുധിയുടെ കുടുംബം, പ്രിയപ്പെട്ട കൊല്ലം സുധിയുടെ കുടുംബം ഇവിടെ സന്തോഷത്തോടുകൂടെ അവര് സമാധാനത്തോടുകൂടെ വസിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇത്ര ശാന്തസുന്ദരമായ ഈ സ്ഥലത്ത് അവർക്ക് ഇങ്ങനെ ഒരു ഭവനം ദൈവം കൊടുത്തതിന് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. വന്നു ചേർന്ന ഓരോരുത്തർക്കായിട്ട് നന്ദി പറയും. ഇത്ര ദൂരെ യാത്ര ചെയ്ത്, വളരെ ദൂരെ, എനിക്ക് തോന്നുന്നു പാലക്കാട് നിന്ന് വന്നവരുണ്ട്, ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, ഇടപ്പാള്, മലപ്പുറം ജില്ല, അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഈ വീടിൻ്റെ പണികൾ നടക്കുമ്പോൾ ഒരു വലിയ കൂട്ടായ്മയാണ് എനിക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. അവിടെ ജാതിയില്ല, മതമില്ല, സമൂഹമില്ല, അവിടെ ആളുടെ വലിപ്പച്ചെറുപ്പമില്ല, എല്ലാവരും ഒറ്റ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് KHDCയുടെ കീഴിലും 24 കണക്ട് എന്ന് പറയുന്ന ഒരു വലിയ ബൃഹത് പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾക്ക് മുൻപോട്ട് ഇറങ്ങിയത്. അതിനെ എന്നെ പ്രചോദനമാക്കിയത് ബഹുമാനപ്പെട്ട R. ശ്രീകണ്ഠൻ നായർ, ശ്രീ ഉണ്ണികൃഷ്ണൻ സാറ്, അതുപോലെ തന്നെ ഫോക്കസ് TVയിൽ വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട രാഹുല്, അങ്ങനെ ഇതിൻ്റെ ഈ KHDCയുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരും ആ ഗ്രൂപ്പിൽപ്പെട്ട KS പ്രസാദ് സാർ, അങ്ങനെ ടിനി ടോം സാർ, അങ്ങനെ ഞാൻ പേരെടുത്ത് പറയാനാണെങ്കിൽ നിരവധി പേരുടെ പേര് പറയാം. അവരെയൊക്കെ ബഹുമാനത്തോടും ആദരവോടും കൂടെ ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടൂടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ വന്നു ചേർന്ന് ഓരോരുത്തർക്കുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് വന്ന വൈദിക ശ്രേഷ്ഠരുണ്ട്, പഞ്ചായത്തിൻ്റെ മെമ്പർമാർ, പ്രസിഡന്റുമാർ, വിവിധ പഞ്ചായത്തുകളിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നവരുണ്ട്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന സുധിയെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സ് ഉണ്ട്. അവരെയൊക്കെ ഞാൻ അങ്ങേറ്റം സ്നേഹത്തോടെ ബഹുമാനത്തോടെ നന്ദി കരയറ്റുന്നു. ദൈവം ഈ ഭവനത്തെ, വചനത്തിൽ നാം വായിച്ചതുപോലെ ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കും. തീർച്ചയായിട്ടും ഈ വീട് ഇന്ന് ദൈവനാമ മഹത്വത്തിനായിട്ടൂടെ പ്രതീക്ഷിച്ചത് ഈ ദേശത്ത് ഒരു കടാവിളക്ക് പോലെ, മലമേൽ പണിത പട്ടണം പോലെ ഈ ഭവനം ഈ ദേശത്ത് ഉയർന്നു നിൽക്കുവാൻ ഐശ്വര്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സമൃദ്ധിയോടുകൂടി മറ്റുള്ളവർക്ക് മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുവാൻ ഈ കുടുംബത്തെയും ഇതിൽ പാർക്കുന്നവരെയും തുണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗാനത്തിൻ്റെ ഈരടി പാടി ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ തലകളെ വണങ്ങാം.